ഇന്നത്തെ നമ്മുടെ ഫുഡ് കൂർക്ക ഇട്ട ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് കുക്കറിലോട്ടിടുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള എല്ലാം കൂടെ കുക്കറിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളെല്ലാം ആവശ്യത്തിന് ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി അത് ആവശ്യത്തിൻ്റെ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് നല്ലപോലെ ബീഫിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസിലോട്ട് കുക്കർ വയ്ക്കുക. ഒരു 10 വിസിലാണ് ഞങ്ങൾ ഈ ബീഫ് വേകാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 10 വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ കുറച്ച് നേരം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം പതുക്കെ തുറന്ന് ആവിയെല്ലാം പോയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പും കാര്യമൊക്കെ മസാലയൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം കൂർക്ക 2 വിസിലിൽ അടിച്ച് ക്ലീൻ ചെയ്ത് വെച്ച് കൂർക്ക ബീഫിലോട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കൂർക്ക ആ ബീഫിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്തെടുക്കണം. അതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് പാകമായി വരുമ്പോഴത്തേക്കും ഗരം മസാല കുറച്ചിടുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് ഗരം മസാലയും കുരുമുളക് പൊടിയും ലാസ്റ്റ് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നത്. കുറച്ച് നേരം അതൊന്ന് ബീഫിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം ലാസ്റ്റ് മല്ലിയില ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ബീഫിൻ്റെ ആ ഒരു കുറുക്കായിട്ടുള്ള നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ പുറത്തുനിന്ന് മേടിച്ച പൊറോട്ട അതിലേക്ക് ആ ബീഫ് കാണുമ്പോൾ തന്നെ നല്ല കുറച്ച് ബീഫ് ആ പൊറോട്ടയുടെ മുകളിലോട്ടിടുക. ബീഫും കൂർക്കയും കൂട്ടി ഒരു പിടി പിടിക്കണം.